വാട്ട് യു ഫീൽ നൗ? ഇന്ന് പുതിയ വന്ന ആളുകളുണ്ടോ? എത്ര ആളുകളുണ്ട് ഇന്ന് പുതിയ വന്നത്? ഒന്ന് കമൻറ്റ് എന്നൊന്ന് കമൻറ്റ് ചെയ്യൂ. പുതിയ വന്ന ആളുകളുണ്ടെങ്കിൽ എന്നൊന്ന് കമൻറ്റ് ചെയ്യൂ. ഓക്കെ, ഗുഡ് മോർണിംഗ് ഓൾ. അമ്പിളി, സ്വപ്ന, സുരേഷ്, ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ നമ്മുടെ ഒരുപാട് തലങ്ങളിലെ ചെറിയ നുറുങ്ങുകളൊക്കെ നമുക്ക് കിട്ടി കാണും. ഇന്ന് വന്ന പഴയ ആളുകൾക്ക് പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന അവയർനെസ്സിനെ കുറിച്ചായിരുന്നു അല്ലേ? ഓർമ്മയില്ല നിങ്ങൾക്ക് അവയർനെസ് എന്താണ് എന്നുള്ളത്? ഈ ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ പറയുന്ന, നിങ്ങളിവിടെ വരാൻ കാരണമായിട്ടുള്ള നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അതറിയാവുന്ന ഒരു മനസ്സിലേക്ക് വീണ്ടും വീണ്ടും ഇറക്കുക. എന്തിനാണ് നമ്മളിത് പറഞ്ഞത്? ചിലത് വീണ്ടും വീണ്ടും പറയുന്നത് നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ, ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്, നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പറഞ്ഞാൽ പോരെ? എന്തിനാണ് വീണ്ടും വീണ്ടും ഇത് നമ്മൾ പറയുന്നത്? നിങ്ങളുടെ മനസ്സിനകത്തേക്ക് എത്ര ആഴത്തിൽ ഇറക്കാൻ പറ്റുന്നോ അത്രയും ആഴത്തിൽ അകത്തേക്ക് ഇറങ്ങിപ്പോവണം. അങ്ങനെ ഇറങ്ങിപ്പോയാലാണ് നിങ്ങൾക്ക് അതിനനുസരിച്ച് ശരിക്കും ഇപ്പം നമ്മളൊരു മല കയറുന്നത് പോലെയാണ്. നിങ്ങൾ എത്ര ഉയരത്തിൽ മല കയറുന്നോ അത്ര ഉയരത്തിൽ നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. ഈ ലോകത്തെ നിങ്ങളുടെ മനസ്സിനെ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ആരൊക്കെയോ സൗണ്ട്സ് വരുന്നു, ഞാനെല്ലാം മ്യൂട്ടാക്കിയില്ലേ? ഓക്കെ, അപ്പോൾ അത്രയും നന്നായിട്ട് നിങ്ങൾക്ക് ലോകത്തെ കാണാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് മല കയറുക എന്നുള്ളതിൻ്റെ അർത്ഥം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കയറുക എന്നാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് എത്ര ആഴത്തിൽ കയറുന്നോ അത്രയും നന്നായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ വീക്ഷിക്കാൻ പറ്റും, കാര്യങ്ങൾ നന്നായിട്ട് കാണാനൊക്കെ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ സ്മാൾ മെഡിറ്റേഷൻ ചെയ്ത് തുടങ്ങാം. ഓക്കെ അല്ലേ? ആർ യു റെഡി? എല്ലാവരും എത്തിയോ? കുറേ ആൾക്കാർ ജോയിൻ ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ മാനസികപരമായിട്ടുള്ള എന്ത് കാര്യങ്ങൾ എടുത്താലും നിങ്ങളത് റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും വീണ്ടും മനസ്സിലേക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ കാര്യങ്ങൾ റെഡിയാവുള്ളൂ. കാരണം നമ്മളിപ്പോൾ ജീവിക്കുന്നത്, നമുക്ക് ചുറ്റും സൗഭാഗ്യങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഒരു 50 വർഷം 100 വർഷം മുന്നേ ആളുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ന് നമുക്ക് അവർക്കില്ലാത്ത ഒരുപാട് സൗകര്യങ്ങൾ, ഇപ്പോൾ ഇതേപോലത്തെ എന്തെങ്കിലും ക്ലാസ്സുകളോ അല്ലെങ്കിൽ അതേപോലെ തന്നെ മാനസികപരമായിട്ടുള്ള എന്തെങ്കിലും കിട്ടണമെങ്കിൽ അവർ മൈലുകൾ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് ഗുരുകുല സമ്പ്രദായത്തുകാരെന്നല്ലെന്ന് അവിടെ ചെന്ന് ഇരുന്ന് പഠിക്കലൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? ഒരുപാട് ആളുകൾ ലോകം ചുറ്റി, പായ്ക്കപ്പലിലൊക്കെ ലോകം ചുറ്റുമായിരുന്നവർ, അവർക്കുള്ള ആവശ്യമുള്ള അറിവുകൾ കിട്ടാൻ, ഇതേപോലത്തെ നോളജ് കിട്ടാൻ. ഓക്കെ, ഇന്ന് നമുക്ക് അക്കാര്യങ്ങളിലൊക്കെ ഒരുപാട് സൗഭാഗ്യമുണ്ട്. പക്ഷേ നമുക്കുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ഡിസ്ട്രാക്ഷൻ്റെ നടുവിലാണ് ജീവിക്കുന്നത്. നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ, നമ്മളെ ആരോഗ്യപരമായിട്ട് ജീവിക്കാൻ നമ്മളെ സമ്മതിക്കാത്ത രീതിയിൽ നമുക്ക് ചുറ്റും ഒരുപാട് വെല്ലുവിളികളുണ്ട്. അത് നമ്മുടെ മൊബൈൽ ഫോൺ ആയിരിക്കാം, അതേപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള ജീവിത സാഹചര്യങ്ങളായിരിക്കാം. എന്ത് തന്നെയായിരുന്നാലും ആ സംഭവങ്ങളൊക്കെ നിങ്ങളെ വെല്ലുവിളി ഉയർത്തുന്ന സംഭവങ്ങൾ, നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻസ്, നിങ്ങളുടെ ശ്രദ്ധ തെറ്റിക്കുന്ന സംഭവങ്ങൾ, ഇതൊക്കെ പരമാവധി നിങ്ങൾ മാറ്റി നിർത്തി നിങ്ങളുടെ മനസ്സ് ഫോക്കസ്ഡ് ആക്കാൻ നിങ്ങൾ ഞാനീ പറഞ്ഞ അഫർമേഷൻസ്, ഗ്രാറ്റിറ്റ്യൂഡ്, അതേപോലെ തന്നെ ഫോർഗിവ്നെസ്, ഇതെല്ലാം മനസ്സിലേക്ക് നിരന്തരം കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോഴേ നമ്മുടെ മനസ്സ് പാകപ്പെടുകയുള്ളൂ. പാകപ്പെടുത്തിയെടുക്കണം. എങ്കിലേ നിങ്ങൾ വിചാരിച്ച രീതിയിലേക്ക് നിങ്ങളിപ്പോൾ ആങ്സൈറ്റി ഫ്രീ മൈൻഡ്, അതേപോലെ തന്നെ ഡിപ്രഷൻ ഫ്രീ മൈൻഡ്, നിങ്ങൾ അതൊക്കെ കഴിഞ്ഞാലാണ് ശരിക്കും നിങ്ങൾക്ക് മനസ്സിൻ്റെ ഒരു പീസ്, മനസ്സിൻ്റെ ഭംഗി ആസ്വദിക്കാൻ സാധിക്കുക. ഇതിൽ പിന്നെ ഞാൻ വീണ്ടും ഒരു കാര്യം കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. കുറേ പേരും കൂടിയും ജോയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇത്രയും കാലം നിങ്ങളുടെ അസുഖങ്ങൾക്ക് പേരിട്ട് വിളിച്ചിരുന്നു. ആ പേരുകളൊക്കെ നിങ്ങൾ ഒഴിവാക്കുക. എനിക്ക് ക്യാൻസറാണ്, അല്ല, അത് നിങ്ങളെ ഹോസ്പിറ്റലിൽ അവർ ടേംസ് ഉപയോഗിച്ചോളും. ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല.
അതൊന്നും പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു പേടിയാണ് വരുന്നത്, അതിൻ്റെ ആവശ്യമില്ല. അതേപോലെ തന്നെ ആങ്സൈറ്റി, ഡിപ്രഷൻ, ഇതൊക്കെ നമ്മൾ ഓരോ പേരിട്ട് വിളിക്കുകയാണ്. നിങ്ങൾ ആ പേരിട്ട് വിളിക്കുന്നത് മുതൽ കാര്യങ്ങൾ നിങ്ങളെ കയ്യിൽ നിന്ന് പോകും. കാര്യങ്ങൾ നിങ്ങളെ കയ്യിൽ നിന്ന് പോവുകയാണ് അപ്പം ചെയ്യുന്നത്. ആ പേരിട്ട് വിളിക്കുമ്പം അതിന് നിങ്ങൾ ഗൂഗിളിൽ ചെയ്ത് നോക്കിയാൽ അതിന് ഒരു ഡെഫിനിഷൻ ഉണ്ടാകും, ക്ലാസിഫിക്കേഷൻ ഉണ്ടാവും, അതിന് എന്താണെന്ന് പറഞ്ഞൊരു ഡെഫിനിഷൻ ഉണ്ടാവും. നിങ്ങളുടെ അസുഖം എന്ന് പറഞ്ഞാൽ ഇതാണ് ആങ്സൈറ്റി, നിരന്തരമായിട്ട് ഓരോ ചിന്തകൾ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ ഒരു ഡെഫിനിഷൻ ഉണ്ടാവും. ഡിപ്രഷൻ വിഷാദ രോഗമാണ്, അതിനൊരു ഡെഫിനിഷൻ ഉണ്ടാവും. അതിലേക്ക് നിങ്ങളെ അതിലേക്ക് നിങ്ങൾ നിർത്തുകയാണ് ചെയ്യുന്നത്. ശരിക്ക് അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തരാണ്. ഇപ്പം ഡിപ്രഷൻ ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്ന, വിഷാദ രോഗമാണ് എന്ന് നിങ്ങൾ പറയുന്ന 5 ആൾക്കാരെടുത്താൽ 5 ആൾക്കാരും ഡിഫറെൻ്റ് ആയിരിക്കും. 5 ആൾക്കാരും വ്യത്യസ്തരായിരിക്കും. അവരുടെ പ്രശ്നങ്ങൾ വ്യത്യസ്തമായിരിക്കും. അവരുടെ ബാക്കി സ്വഭാവ സവിശേഷ ഗുണങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കും. നിങ്ങൾ ഈ ഒരു ഫ്രെയിം വർക്കിൻ്റെ ഉള്ളിലേക്ക് അവരെ തളച്ചിടുമ്പോൾ അവർക്കത് തിരിച്ചു വരാനുള്ള സാധ്യത കുറയാണ് ചെയ്യുന്നത്. അതൊക്കെ മാറ്റി നിർത്തുക. പേരുകളിലല്ല. നിങ്ങളുടെ അസുഖത്തെ എന്ത് പേരിട്ട് വിളിക്കുന്നോ, നിങ്ങൾ ആ അസുഖത്തിൻ്റെ എത്രാമത്തെ സ്റ്റേജിലോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. അതല്ല നമ്മുടെ ചോദ്യം. നിങ്ങൾ ഫസ്റ്റ് അതിൽ അവയർനെസ് കൊടുക്കാൻ തയ്യാറുണ്ടോ? ഈ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം, ഇതിനുള്ള സൊല്യൂഷൻ, ഇതിനുള്ള മറുമരുന്ന് അത് എൻ്റെ ഉള്ളിലാണ് എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ബോധ്യം നിങ്ങൾ നിങ്ങളുടെ മനസ്സിനകത്തേക്ക് കൊടുക്കാൻ തയ്യാറുണ്ടോ? അത് അങ്ങേ അറ്റത്ത് നിൽക്കുന്ന മാനസിക രോഗത്തിൻ്റെ അറ്റം എന്ന് നമ്മൾ വിളിക്കുന്നത് സ്കിസോഫ്രീനിയാണ്, ചിത്തഭ്രമം. ആ ഘട്ടത്തിൽ നിന്നും ആളുകൾ തിരിച്ച് പിറകോട്ട് എൻലൈറ്റൻമെൻ്റ് എന്നൊക്കെ പറയും. ശരിക്കും നമ്മൾ ആ മനസ്സിൻ്റെ വലിയ അവസ്ഥ, ആ തലങ്ങളിലേക്ക് വരെ ആളുകൾ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡിപ്രഷൻ്റെ നിങ്ങളിപ്പോൾ വിളിക്കുന്ന കുറച്ച് ഘട്ടങ്ങളിൽ നിന്നും പിറകോട്ട് വരാൻ എന്താണ് നമുക്ക് തടസ്സം? തടസ്സം എന്ന് പറഞ്ഞാൽ ഒന്ന്, നമ്മളെ വിളിക്കുന്ന അസുഖത്തിൻ്റെ പേരുകളാണ്, അത് മാറ്റി വെക്കുക. രണ്ടാമത്തേതായിട്ട് ഇത് ലോകത്ത് ഒരുപാട് പേര് ചെയ്ത വളരെ സിമ്പിളായിട്ടുള്ള ഒരു അവയർനെസ് ആണ്, അവബോധമാണ്. അത് എൻ്റെ മനസ്സിൻ്റെ അകത്തേക്ക് ഞാൻ ആത്മാർത്ഥമായിട്ട് ഇറക്കിക്കഴിഞ്ഞാൽ തിരിച്ചു വരും, തിരിച്ചു പൊന്തും. നമ്മുടെ മനസ്സ് തിരിച്ച് നമ്മുടെ കൈകളിലേക്ക് തിരിച്ചു വരും എന്നുള്ള ബോധം നമ്മൾ ആത്മാർത്ഥമായിട്ട് മനസ്സിലേക്ക് കൊടുക്കുക. ഓക്കെ, ഫസ്റ്റിൽ ഇന്ന് ചെറിയ മെഡിറ്റേഷൻ ചെയ്ത് തുടങ്ങുക. അപ്പോൾ എല്ലാവർക്കും അറിയാലോ നമ്മുടെ മെഡിറ്റേഷൻ. പുതിയ ആളുകൾക്ക് വേണ്ടി ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുന്നത് ചെറിയ ബ്രീത്ത്, സ്മാൾ, സാധാരണ നിങ്ങൾ എടുക്കുന്ന പോലെ സ്മാൾ ബ്രീത്ത്. അത് കഴിഞ്ഞിട്ട് ഡീപ്പ് മാക്സിമം ബ്രീത്ത് എടുക്കുക. അത് കഴിഞ്ഞിട്ട് 1 സെക്കൻഡ് ഒന്ന് നിൽക്കുക, ഹോൾഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പതുക്കെ ശ്വാസം പുറത്തേക്ക് ഊതി വിടുക തന്നെ വേണം. ഓക്കെ, ഇതാണ് നമ്മുടെ മെഡിറ്റേഷൻ്റെ ബ്രത്ത് വർക്ക് എന്ന് പറയും, ശ്വാസഘടന. ഈ ഘടന ചെയ്യുമ്പോൾ നമ്മുടെ മിഡ് ബ്രെയിനിലുള്ള VMN ഒക്കെ അടങ്ങിയിട്ടുള്ള 2 ഏരിയാസ് ഉണ്ട്. അതിലേക്ക് നമ്മൾ സിഗ്നൽ കൊടുക്കുക ചെയ്യുന്നത്. മതി, ഒരുപാട് കാലമായി നീ ഓടുന്നു, ഒരുപാട് പ്രശ്നങ്ങളിൽ നീ ബുദ്ധിമുട്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. ആ നെർവസ് സിസ്റ്റത്തിനെ നമ്മൾ കാമാക്കുന്നു. ഇല്ലേ? ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ നെർവസ് സിസ്റ്റം കാമാന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ലേ? കമൻറ്റ് ഇഫ് യെസ്. അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ കമൻറ്റ് നോ. നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ? ഫീൽ ചെയ്യും. കാരണം ഈ ബ്രത്ത് വർക്ക് അതിനു വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. യെസ് ഷാഹിദ, ഓക്കെ, സനിൽ, ഓക്കെ, നിങ്ങൾക്കത് ഫീൽ ചെയ്യും. കാരണം ഈ ബ്രത്ത് വർക്ക് അങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പരമാവധി ആൾക്കാർ വീഡിയോയിൽ ഓൺ ചെയ്തിരിക്കുക. ഓക്കെ, പരമാവധി ആൾക്കാർ വീഡിയോ ഓൺ ചെയ്തിരിക്കുക. ഓക്കെ, ഈ ബ്രത്ത് വർക്ക് അതിനു വേണ്ടി പ്രത്യേകം ന്യൂറോ സയൻറ്റിസ്റ്റുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒന്നാണ് ഇത്. ഓക്കെ, ഇത് എൻ്റെ കണ്ടുപിടുത്തല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് സ്മോൾ മെഡിറ്റേഷനിലേക്ക് കിടക്കാം. ഫസ്റ്റിൽ നിങ്ങൾ ടേക്ക് ഇതേപോലെ സ്മോൾ ബ്രത്ത്,
ഡീപ്പ് ബ്രത്ത്. പതുക്കെ ശ്വാസം പുറത്തേക്ക് ഊതി വിടുക. കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ലൊരു സ്ഥലത്ത് നിങ്ങൾ ഇരിക്കുക. ഓക്കെ, അധികം ഡിസ്ട്രാക്ഷൻസ് വരാത്ത സ്ഥലത്ത് ഇരുന്നാൽ വളരെ നല്ലത്. രാവിലെ അധികം സൗണ്ട്സ് ഒന്നും ഇല്ലാത്ത സമയത്ത് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്ത് ഓരോ ദിവസവും നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ പോസിറ്റിവിറ്റി നിങ്ങളുടെ മനസ്സിലേക്ക് വരും. അതല്ലെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് വരില്ലേ എന്ന് ദിവസം മൊത്തം പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നെഗറ്റീവ് മാറില്ല, പോസിറ്റീവ് വരില്ല. ശരിക്കും നെഗറ്റിവിറ്റിയും കുറച്ചൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. 100% നെഗറ്റിവിറ്റി മാറ്റി വെക്കാൻ നമ്മളോട് കഴിയില്ല, അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ലൈഫിലേക്ക് ഇതേപോലത്തെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ ആവശ്യത്തിനുള്ള പോസിറ്റിവിറ്റി കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഫസ്റ്റിൽ ടേക്ക് അഗെയിൻ സ്മാൾ ബ്രത്ത്, ഡീപ് ബ്രത്ത്. പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സ്റ്റിമുലേഷൻ സ്റ്റെപ്പാണുള്ളത്. നമ്മുടെ കൈകൾ പരസ്പരം എന്ത് ചെയ്യണം? റബ്ബ് ചെയ്യണം. ഓക്കെ, കൈകൾ റബ്ബ് ചെയ്യൂ. പരമാവധി ഫീൽ ചെയ്ത് റബ്ബ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഇപ്പം തണുപ്പാണ്, അപ്പം നിങ്ങൾക്ക് അത്ര സെൻസേഷൻ കിട്ടില്ല, ഒക്കെ സ്വാഭാവികമാണ്. എങ്കിലും നിങ്ങൾ മാറി മാറി സെൻസ് ചെയ്ത് ഇതാക്കുക. ഇതുവഴി നിങ്ങളുടെ തലയിലെ ബ്രെയിനിലെ 2 ഏരിയയും, നമ്മുടെ തലയിൽ 2 ഏരിയാസ് ഉണ്ട്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. ആ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഏരിയാസിനെയും നമ്മളിപ്പോൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. മാറി മാറി നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ബ്രെയിനെ ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്ക്, നീ കുറേ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രശ്നങ്ങൾ ശരിക്കും നമ്മൾ കറങ്ങാണ് കേട്ടോ. നമ്മൾ സൊല്യൂഷൻ കണ്ടെത്താത്തിടത്തോളം കാലം നിങ്ങളുടെ മെൻ്റൽ ടെൻഷൻ എന്ത് പേരിട്ട് നിങ്ങൾ വിളിച്ചാലും, എന്ത് വലിയ ഭയങ്കര ഗ്ലാമർ പേരുകളൊക്കെ ഉണ്ടാവും ചില അസുഖങ്ങൾക്ക്, എന്ത് പേരായിരുന്നാലും, ഇനി കടിച്ചാൽ പൊട്ടാത്ത വേർഡായിരുന്നാലും, അതൊക്കെ നിങ്ങളുടെ മനസ്സിനെ ബ്രെയിനിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളെ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ സ്റ്റിമുലേഷൻ ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ ഓക്കെ നൗ ഓക്കെ. ഇനി നിങ്ങൾ പതുക്കെ കണ്ണുകൾ അടക്കുക, സ്വസ്ഥമായിട്ടിരിക്കുക. ഓക്കെ, ഡു ദ ബ്രത്ത് വർക്ക്. സ്മോൾ ബ്രീത്ത്, ഡീപ്പ് ബ്രീത്ത്. പതുക്കെ ശ്വാസം പുറത്തേക്ക് ഊതി വിടുക. ഓക്കെ, അതിങ്ങനെ പതുക്കെ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ കണ്ണുകളടത്ത് സ്വസ്ഥമായിട്ടിരിക്കുക. നിങ്ങളുടെ ശരീരം റിലാക്സ്ഡ് ആയിട്ടുണ്ട് എന്ന് നിങ്ങൾ ഫീൽ ചെയ്യുക. നിങ്ങളുടെ ശരീരം കൂടുതൽ കൂടുതൽ റിലാക്സ്ഡ് ആവുന്നു. നിങ്ങളുടെ കാലുകൾ തൊട്ട് നിങ്ങളുടെ ശരീരഭാഗങ്ങൾ, കാലിൻ്റെ മുട്ട്, തൊട, അതേപോലെ തന്നെ വയറ്, നിങ്ങളുടെ ശ്വാസകോശം എല്ലാം റിലാക്സ്ഡ് ആവുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ ഓടി നടന്നിരുന്ന നിങ്ങളുടെ ശരീരാവയവങ്ങൾ പതുക്കെ റിലാക്സ്ഡ് ആവുന്നു, റിലാക്സേഷൻ്റെ തലത്തിലേക്ക് പോകുന്നു. നിങ്ങൾ ഇമാജിൻ ചെയ്യുക, ഓരോരുത്തർക്കും ഓരോ ഇമാജിനേഷൻ പവർ ആയിരിക്കും. അതൊന്നും ഇവിടെ വിഷയമല്ല. നിങ്ങൾ എത്ര നന്നായി ഇമാജിൻ ചെയ്യുന്നു എന്ന് ആരും നിങ്ങളോട് ചോദിക്കില്ല. നിങ്ങൾ വീണ്ടും വീണ്ടും ഇമാജിൻ ചെയ്യുക. നിങ്ങളുടെ മനസ്സിൻ്റെ, ഓരോരുത്തരുടെ മനസ്സിൻ്റെ ശേഷി ഓരോ തലത്തിലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ വീണ്ടും വീണ്ടും ഇമാജിൻ ചെയ്യുക. നിങ്ങളുടെ ശരീരഭാഗങ്ങൾ റിലാക്സ്ഡ് ആവുന്നു, അവരുടെ പ്രശ്നങ്ങൾ, ദുരിതങ്ങൾ കുറയുന്നു, നിങ്ങളുടെ വേദനകൾ, പ്രശ്നങ്ങൾ കുറയുന്നു, ശരീരഭാഗങ്ങൾ റിലാക്സ്ഡ് ആവുന്നു. ടേക്ക് ദ സ്മോൾ ബ്രത്ത്, ഡീപ്പ് ബ്രത്ത് അഗെയിൻ. ശ്വാസം പുറത്തേക്ക് വിടുക. ഓക്കെ, പതുക്കെ അവിടെ സ്റ്റോപ്പ് ചെയ്ത ശേഷം സ്മോൾ ബ്രത്ത്, ഡീപ്പ് ബ്രത്ത് ഒന്ന് ഹോൾഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പതുക്കെ ശ്വാസം ഊതി പുറത്തേക്ക് വിടുക. ഓക്കെ, വിസിലിംഗ് മൗത്ത് എന്ന് പറയുന്നതിന് ശ്വാസം നമ്മൾ പുറത്തേക്ക് ഊതി വിടുന്ന, വിസിലുണ്ടാക്കുന്ന ഒരു പൊസിഷനിലാണ് നമ്മുടെ മൗത്ത് അപ്പം ഉണ്ടാവുക. ഓക്കെ, അത് ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ ശരീരം റിലാക്സ്ഡ് ആവുന്നു, റിലാക്സ്ഡ് ആയിട്ടുണ്ട്, നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ശരീരത്തിലെ പ്രശ്നങ്ങൾ കുറയുന്നു, അത് ഉരുകിപ്പോകുന്നത് പോലെ ഫീൽ ചെയ്യും. നിങ്ങളുടെ മെഡിറ്റേഷൻ്റെ ആ ഇമാജിനേഷൻ്റെ പവർ
നിങ്ങളുടെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും ഉരുകിപ്പോകുന്നത് പോലെ, മഞ്ഞുരുകുന്നത്, ഐസ് ഉരുകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? പതുക്കെ പതുക്കെ വെള്ളമായി പോകുന്നത്. അതേപോലെ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉരുകി നിങ്ങൾ റിലാക്സ്ഡ് ആയി പോകുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ വീണ്ടും വീണ്ടും ഇമാജിനേഷൻ ചെയ്തുകൊണ്ടിരിക്കുക റിലാക്സ്ഡ് ആവുന്നതായിട്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിന്, സക്സസ്സിലേക്കുള്ള റോഡ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമാണ്. നമ്മൾ ഇത്രയും കാലം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ വിജയിക്കാത്തവർ, ജീവിതത്തിൽ പ്രശ്നങ്ങളുള്ളവർ, സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം നിങ്ങൾക്ക്. എന്ത് തന്നെയായിരുന്നാലും നിങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും കാലം നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നടുവിൽ. പലപ്പോഴും നമുക്ക് മനസ്സിലാവില്ല നമ്മൾ കറങ്ങുകയാണ് എന്നുള്ളത്. അതാണ് ഉള്ളത് കേട്ടോ. നമുക്ക് മനസ്സിലാവില്ല നമ്മൾ കറങ്ങുകയാണ് എന്ന്. നമ്മൾ വിചാരിക്കും ഞാൻ ആർജവത്തോടെ ജീവിക്കുകയാണ് എന്നുള്ളത്. അല്ല, നമ്മൾ ചെയ്ത തെറ്റുകൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രശ്നങ്ങളിൽ, അതേ പ്രശ്നങ്ങളിൽ വീണ്ടും നമ്മൾ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനെ ബ്രേക്ക് ചെയ്യാൻ നമ്മളതൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് എവിടെയാണോ സക്സസ് അത് നമ്മുടെ മൈൻഡിൽ ഡിഫൈൻ ചെയ്തിട്ട് അതിലേക്കുള്ള റോഡിൽ നമ്മൾ പോകുന്നു, ഞാൻ മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ റിലാക്സ് മൈൻഡിനോട് നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഓക്കെ, ഈ ഒരു അവബോധത്തിൻ്റെ ശക്തിയിൽ, എൻ്റെ മനസ്സിൻ്റെ അകത്ത് തന്നെയുള്ള ശക്തിയിൽ എൻ്റെ പ്രശ്നങ്ങളെല്ലാം എനിക്ക് തീർക്കാൻ സാധിക്കും. ഒരുപാട് പേര് നമുക്ക് മുന്നേ അതുപോലെ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. രാംദാസിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ശരീരം മൊത്തം തളർന്നു പോയ ശേഷം ഈ ഒരു അവബോധത്തിൻ്റെ ശക്തിയിൽ സ്ട്രോക്ക് വന്ന് തളർന്ന ശരീരത്തിൽ നിന്നും അവബോധത്തിൻ്റെ ശക്തിയിൽ നിന്നും തിരിച്ചു വന്നിട്ടുള്ള ഒരാളാണ്. അതുപോലെ നമുക്കും സാധിക്കും. നിങ്ങൾ ഈ അവയർനെസ് നിങ്ങളുടെ ശരീരത്തിലേക്ക് വീണ്ടും കൊടുത്തുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ ശരീരം പാകപ്പെടണം. നിങ്ങളിപ്പോൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കുകയാണ്. ആ റിലാക്സ്ഡ് മൈൻഡിലേക്ക് നിങ്ങൾ പറയുക, എന്നെക്കൊണ്ട് സാധിക്കുന്ന സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണിത്. ഓക്കെ, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു, എങ്കിലും ഞാൻ എൻ്റെ മനസ്സിനെ സ്നേഹിക്കുന്നു. ഈ അവയർനെസ്സിൻ്റെ ശക്തിയിൽ, ഈ അവബോധത്തിൻ്റെ പവറിൽ ഞാൻ എൻ്റെ പ്രശ്നങ്ങളെ മാറ്റും. എൻ്റെ അകത്തുള്ള ആ ഒരു വെളിച്ചം എനിക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ അകത്താണ് പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം. എല്ലാ പ്രശ്നോത്തരികൾക്കുള്ള സൊല്യൂഷനും എൻ്റെ ഉള്ളിൽ തന്നെയാണുള്ളത്. ഞാനത് കണ്ടെത്തി ആ പ്രശ്നങ്ങൾക്കെല്ലാം സൊല്യൂഷൻ ഉണ്ടാക്കും. ആ സൊല്യൂഷൻ ഞാനിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. ആ റിലാക്സേഷൻ എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഒറ്റയ്ക്ക് മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എപ്പോഴും പ്രസൻറ്റ് ടെൻസിലായിരിക്കണം കാര്യങ്ങൾ പറയുന്നത്. ഞാനിപ്പോൾ അനുഭവിക്കുന്നു. നാളെ നിങ്ങൾ അറ്റൈൻ ചെയ്യുമെന്നല്ല. ആ പ്രശ്നം നിങ്ങൾ എന്താണോ അതിൻ്റെ സൊല്യൂഷൻ, അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഓരോരുത്തർക്കും ഓരോ സക്സസ് ഗോൾസ് ഉണ്ടാവുമല്ലോ. എൻ്റെ ലൈഫിൽ ഇത്രയെങ്കിലും വേണം, എൻ്റെ ലൈഫിലുള്ള ലക്ഷ്യം ഇതാണ്, വീട് വെക്കലോ, സാമ്പത്തിക അഭിവൃദ്ധിയോ, അസുഖങ്ങൾ മാറി ആരോഗ്യം വരലോ, എന്തോ ആയിരിക്കാം. അത് ഞാനിപ്പോൾ അനുഭവിക്കുന്നു എന്നുള്ള ഫീലിംഗ് നിങ്ങളുടെ അകത്തേക്ക് കൊടുക്കണം. നിങ്ങളിപ്പോൾ എന്താണോ നിങ്ങളുടെ മനസ്സിൽ റിലാക്സ്ഡ് ആയിട്ടുള്ള മൈൻഡിൽ നിങ്ങളത് ഫീൽ ചെയ്യൂ. നിങ്ങളുടെ സക്സസ് നിങ്ങൾക്ക് കിട്ടിയതായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യൂ. അതിപ്പോൾ പ്രസൻറ്റ് ടെൻസാണ്. നിങ്ങളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ കണ്ടെത്തിയത്, നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറിയതായിട്ട്. ചിലർക്ക് തലവേദന, സ്ഥിരമായിട്ടുള്ള മൈഗ്രെയിൻ തലവേദനകൾ മാറിപ്പോയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ എന്തൊക്കെ ഫീലിംഗ് വരും? നിങ്ങളിപ്പം എന്തായിരിക്കും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്? ജസ്റ്റ് റിലാക്സ്, ടേക്ക് സ്മാൾ ബ്രെത്ത്, ഡീപ് ബ്രെത്ത്, ഹോൾഡ് എ സെക്കൻഡ്. പതുക്കെ ശ്വാസം പുറത്തേക്ക് ഊതി വിടുക.
ടേക്ക് സ്മോൾ ബ്രെത്ത്, ഡീപ് ബ്രെത്ത്. പതുക്കെ ശ്വാസം പുറത്തേക്ക് ഊതി വിടുക. ഓക്കെ, ടേക്ക് സ്മോൾ ബ്രെത്ത്, ഡീപ് ബ്രെത്ത്. അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾക്കിപ്പോൾ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിൽ സങ്കല്പിക്കുക. വെറുതെ സങ്കല്പിക്കുക. ഇമാജിനേഷൻ. നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറിയിരിക്കുന്നു. ചിലർ പറഞ്ഞിരുന്നു, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നു, ഞാൻ ആൾക്കാരോടൊക്കെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു, അത് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള ഒരു ഉൾക്കരുത്ത് നിങ്ങളിൽ വരുന്നു, നിങ്ങളിൽ വന്നിരിക്കുന്നു എന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ് ഓൾ. എഗെയിൻ നമ്മൾ ബ്രെത്ത് വർക്ക് ചെയ്യൂ. സ്മോൾ ബ്രെത്ത്, ഡീപ് ബ്രെത്ത്. ശ്വാസം പതുക്കെ പുറത്തേക്ക് ഊതി വിടുക. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. നിങ്ങളുടെ മെഡിറ്റേഷൻ പതുക്കെ ബ്രെത്ത് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ കണ്ണുകൾ തുറക്കുക, റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. ഓക്കെ ഓക്കെ, കം ബാക്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. മനസ്സ് നിങ്ങൾക്ക് ഏത് രീതിയിലേക്കാണോ, നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഏത് രീതിയിലേക്കാണോ, നിങ്ങൾക്ക് എവിടേക്കാണ് എത്തേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ ക്ലിയർ ആയിട്ട് വേണം. ഓക്കെ, എല്ലാവരും എത്തിയില്ലേ? നമുക്ക് 2-3 കാര്യങ്ങളും കൂടി പറയാം. ഓക്കെ, ഒരു ചെറിയൊരു കഥ പറഞ്ഞുതരാം ഞാൻ. സൂഫി സർക്കിളുകളിൽ ഒരു പക്ഷേ നിങ്ങൾ സ്റ്റോറീസോ ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ കേൾക്കാൻ സാധ്യതയുള്ള വളരെ ബേസിക് ആയിട്ടുള്ളൊരു കഥയാണ്. റാബിയ എന്ന് പറഞ്ഞൊരു സ്ത്രീ ഉണ്ടായിരുന്നു. പഴയ സൂഫി കഥകളിലൊക്കെ നിങ്ങൾക്ക് അറിയാം, ചെറിയ ഗ്രാമാന്തരീക്ഷത്തിലായിരിക്കും അധികം കഥകൾ, അല്ലെങ്കിൽ ഒരു രാജാവിൻ്റെ സദസ്സിലെ കഥകളായിരിക്കും ഉണ്ടാവുക. ഇത് ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ നടക്കുന്ന കഥയാണ്. റാബിയ എന്ന് പറഞ്ഞാൽ അവിടുത്തെ നാട്ടിലുള്ള ഒരു വൈസ് ഗേൾ, അത്യാവശ്യം ആളുകൾക്ക് കാര്യങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുക്കുന്ന, പറഞ്ഞു കൊടുക്കുന്ന ഒരാളായിരുന്നു റാബിയ. ഒരു ദിവസം റാബിയ വൈകുന്നേരം, സൂര്യൻ അസ്തമിക്കാൻ സമയമായിട്ടുണ്ട്, ചെറിയ വെളിച്ചമുണ്ട്, പക്ഷെ നല്ല വെളിച്ചമില്ല. ആ സമയത്ത് പുറത്തേക്ക് ഇറങ്ങി ഭയങ്കരമായിട്ട് തിരയുന്നു. നല്ല തെരച്ചിൽ തിരയുന്നു. അപ്പോൾ ആളുകളൊക്കെ കൂടി ഇരുന്ന്, പൊതുവെ ഇങ്ങനെ നല്ല ഉപദേശം കൊടുക്കുന്ന ആളുകളെ പൊതുവെ അധികം ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ റാബിയ ഒരു മെൻ്റലി സ്റ്റേബിൾ അല്ല എന്നൊക്കെ നാട്ടിലൊരു സംസാരം കൂടിയുണ്ട്. അപ്പോൾ ആളുകൾ റാബിയയുടെ ചുറ്റും കൂടി ചോദിച്ചു, നിങ്ങൾ എന്താണ് തിരയുന്നത്, ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ, ഞങ്ങളും സഹായിക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ തുന്നിക്കൊണ്ടിരിക്കുന്ന സൂചി, പണ്ട് നിങ്ങൾക്കറിയാം സൂചി തുന്നൽ, ആർട്ട് വർക്ക് ചെയ്യുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു കുലീനമായിട്ടുള്ളൊരു വർക്കായിട്ടായിരുന്നു പണ്ട് കണ്ടുകൊണ്ടിരുന്നത്. റാബിയം തുന്നൽ ചെയ്യുന്ന ഒരു സ്ത്രീ ആയിരുന്നു. അപ്പോൾ തുന്നിക്കൊണ്ടിരിക്കുന്ന സൂചി കളഞ്ഞുപോയി, സൂചി കാണാനില്ല. ഞാൻ സൂചി തിരയുകയാണ്. ഓക്കെ, ആളുകളും കൂടെ തിരയാൻ നിന്നു. സൂചി കാണുന്നില്ല, എവിടെ തപ്പിയിട്ടും കാണുന്നില്ല. അവരുടെ റോഡുകൾ തപ്പി, വരാന്ത തപ്പി, മുറ്റം, മരത്തിൻ്റെ ചുവടൊക്കെ അവർ തപ്പി, കാണുന്നില്ല. അപ്പോൾ റാബിയോട് വീണ്ടും ചോദിച്ചു, നിങ്ങൾ കറക്റ്റ് എവിടെയാണ് സൂചി പോയതെന്ന് പറഞ്ഞു തരൂ, അങ്ങനെയെങ്കിൽ ഞങ്ങൾക്ക് അവിടെ മാത്രം തിരഞ്ഞാൽ പോരെ, നമുക്ക് ഷോർട്ട് ചെയ്യാം, അങ്ങനെയെങ്കിൽ ആ സ്ഥലത്ത് മാത്രം തിരഞ്ഞാൽ മതിയല്ലോ, ബാക്കിയുള്ള ഒരുപാട് സ്ഥലം നമ്മൾ തിരയണ്ടല്ലോ എന്ന് ചോദിച്ചു. സൂചി പോയത് ഞാൻ വീടിൻ്റെ ഉള്ളിൽ തുന്നിക്കൊണ്ടിരിക്കുമ്പം വീടിൻ്റെ ഉള്ളിലാണ് സൂചി പോയത്. അപ്പോൾ ആളുകൾക്കൊക്കെ ദേഷ്യം പിടിച്ച്, ഇത്രയും സമയം ഞങ്ങളെ പുറത്ത് തെരയിപ്പിച്ചിട്ട് വീടിൻ്റെ ഉള്ളിൽ പോയ സൂചി എങ്ങനെയാണ് ഇവിടുന്ന് കിട്ടുക എന്ന് ചോദിച്ചു. അപ്പോൾ റാബിയ പറഞ്ഞു, എൻ്റെ വീടിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഇല്ല, പ്രകാശമില്ല, പ്രകാശമുള്ളത് ഇവിടെയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആളുകൾ ചിരിച്ചു, ഭ്രാന്തത്തി പറഞ്ഞാണ്ട് ആളുകളൊക്കെ പിരിഞ്ഞു പോകാൻ തുടങ്ങി.
അപ്പൊ എല്ലാവരെയും അവിടെ വിളിച്ചു നിർത്തിക്കൊണ്ട് റാബിയ ചോദിച്ചു, ഇത് തന്നെയല്ലേ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സൂചി പോയത് എൻ്റെ വീട്ടിൻ്റെ അകത്താണ്, പക്ഷെ പ്രകാശമുള്ളത് പുറത്താണ്, അതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് തരുന്നു. ഇത് തന്നെയാണ് നിങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? നിങ്ങളുടെ നിങ്ങളുടെ പ്രശ്നം, അതേപോലെ തന്നെ പ്രതിസന്ധി എല്ലാം നിങ്ങളുടെ മനസ്സിലാണ്, നിങ്ങളുടെ ചിന്തകളാണ്. നിങ്ങളെ മുറിവേൽപ്പിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ചിന്തകളാണ്. പക്ഷെ നിങ്ങൾ പ്രശ്നം പറയുന്നത് പുറത്താണ്, ബാക്കിയുള്ളവരാണ് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്നത്. എൻ്റെ ജീവിത സാഹചര്യമാണ്, അതേപോലെ തന്നെ എനിക്ക് അതിനുള്ള അവസരങ്ങൾ കിട്ടുന്നില്ല എന്നൊക്കെ നിങ്ങൾ പറയുന്നു. യഥാർത്ഥ പ്രശ്നം നമ്മുടെ ഉള്ളിലാണ്. നമ്മുടെ മനസ്സ് അതിന് പാകപ്പെട്ടിട്ടില്ല, നമ്മുടെ മനസ്സ് തുറന്നു വെച്ചിട്ടില്ല. നിങ്ങൾ അതിനെ കുടുസാക്കി അകത്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ വാക്കുകൾ പറയുമ്പോൾ, അതതിൻ്റെ ഉള്ളിൽ ചെറിയ മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച് നിങ്ങളെ മുറിവേൽപ്പിക്കുന്നു. ഓക്കെ, ഇതാണ് റാബി അവരോട് പറഞ്ഞു കൊടുത്തത്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളുടെ അകത്തായിരിക്കെ നിങ്ങൾ എന്തിന് പുറത്ത് ചെന്ന് ഓടി നടന്ന് പ്രശ്നങ്ങൾ തപ്പുന്നു? നിങ്ങളുടെ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു അസുഖം എന്നതിലുപരി നമ്മുടെ ശരീരത്തിലെ കോശങ്ങളുടെ പരസ്പരമുള്ള സ്നേഹബന്ധങ്ങൾ അറ്റുപോകുന്നതാണ്. പരസ്പരമുള്ള സ്നേഹബന്ധങ്ങൾ അറ്റുപോയി കഴിഞ്ഞാൽ ഓരോരുത്തരും എന്ത് ചെയ്യും? സ്വന്തം നിലക്ക് പെരുമാറാൻ തുടങ്ങും അല്ലേ? ഒരു സമൂഹത്തിൻ്റെ കെട്ടുറപ്പിനെ നോക്കാതെ ഓരോ കുടുംബങ്ങളും അവരുടെ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്താൻ തുടങ്ങിയാൽ എന്ത് സംഭവിക്കും? ഓരോരുത്തരും അവരുടെ അതിർത്തി വലുതാക്കാൻ നോക്കും, തമ്മിൽ യുദ്ധങ്ങളാവും, പ്രശ്നങ്ങളാവും. അത്തരത്തിലുള്ള സൗന്ദര്യ പിണക്കങ്ങൾ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നതാണ്. നിങ്ങൾ പുറത്തേക്ക് ക്യാൻസറായിട്ട് ആ യുദ്ധം നടക്കുന്നതാണ്. നിങ്ങൾ പുറത്തേക്ക് ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ എന്ന് പറയും. നമ്മുടെ ശരീരത്തെ തന്നെ അറ്റാക്ക് ചെയ്യുന്നു. ഈ അസുഖങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത്, ഇതിൻ്റെ ഒക്കെ ഉത്തരം, ഇതിൻ്റെ ഒക്കെ സൊല്യൂഷൻ, ഇതിൻ്റെ ഒക്കെ മറുമരുന്ന് നമ്മുടെ മനസ്സിനകത്താണുള്ളത്. അവിടെയാണ് നിങ്ങൾ തൂത്ത് തുടച്ച് വൃത്തിയാക്കി കാര്യങ്ങൾ ഭംഗിയാക്കി വെക്കേണ്ടത്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർന്നിട്ടുണ്ട്. സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ സമ്പത്ത് നമ്മുടെ ചുറ്റുമുണ്ട്. ഒരുപാട് പേര് സമ്പത്ത് കിട്ടുന്നുണ്ട്, കിട്ടാത്തവരുണ്ട്, പല ടൈപ്പ് ആളുകളുണ്ടാവും. അതിൽ നിന്നും നിങ്ങൾക്ക് സമ്പത്ത് വേണമെങ്കിൽ, നിങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള പൈസ നിങ്ങളിലേക്ക് ഒഴുകി വരണമെങ്കിൽ നിങ്ങൾ അതിനുള്ള മനസ്സ് നിങ്ങൾ പ്രിപ്പയർ ആക്കി വെക്കണം. മൈൻഡ് റിച്ച് മൈൻഡായി വെക്കണം. റിച്ച് മൈൻഡ് പറഞ്ഞാൽ എന്താണ്? സമ്പത്തിനെ കുറിച്ച് നിങ്ങൾക്കുള്ള ചിന്തകൾ എന്താണ്? ലിമിറ്റിംഗ് ബിലീഫ്സ് നിങ്ങൾക്കുണ്ടോ? ലിമിറ്റിംഗ് ബിലീഫ്സ് ഒരുപാടുണ്ടാവും കേട്ടോ. അത് നമ്മൾ ജനറലി പറയാണ്. ചിലപ്പോൾ ഓരോരുത്തർക്ക് പല ടൈപ്പായിരിക്കാം. ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ ചിലപ്പം കുറച്ച് ട്വിസ്റ്റഡ് ആയിരിക്കാം. അതിനാണ് നിങ്ങൾ എല്ലാവരും അനുഭവിച്ചറിയേണ്ട ഒന്നാണ് EFT, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് എന്ന് നമ്മൾ പലപ്പോഴും പറയാറുള്ളത്. ഇത്തരത്തിലുള്ള ബാരിയേഴ്സ്, ഇത്തരത്തിലുള്ള മതിലുകൾ നമ്മുടെ മനസ്സിനകത്തുള്ളത് നമുക്ക് തന്നെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാൻ പറഞ്ഞ ക്ലിയർ അല്ലേ? ഞാൻ മുന്നത്തെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിരുന്നു പ്രണയത്തെക്കുറിച്ച്, ആ ഒരു വലിയ സത്യത്തെക്കുറിച്ച്. അതായത് നമ്മുടെ മനസ്സിൻ്റെ അകത്ത് നമ്മൾ ഒരുപാട് ആളുകൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ശരിക്കും മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്ക് എത്താൻ പറ്റിയിട്ടുള്ള ആ ഒരു വലിയ സത്യം, നിങ്ങളുടെ മനസ്സിൻ്റെ പീസ്, സ്വസ്ഥമായിട്ടുള്ളൊരു മനസ്സ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഓക്കെ, ക്ലിയർ അല്ല ഞാൻ പറയുന്നത്? കമൻറ്റ് യെസ്.
ഓരോരുത്തരുടെ ലൈഫിലും ഓരോ ഘട്ടങ്ങൾ ഉണ്ടായിരിക്കും. ഞങ്ങൾക്ക് ജമാലുദ്ദീൻ റൂമിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? സ്വാമി വിവേകാനന്ദയെ കുറിച്ചൊക്കെ ഒരു പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ചെറുപ്പത്തിൽ സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇതിലൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റും ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പൊ രാവിലെ ഒരു ദിവസം പ്രഭാതം പൊട്ടി വിടർന്ന് വരുന്നത് അത് ശരിക്കും ഒരു ഭംഗിയുണ്ട് കേട്ടോ. നമ്മള് അധിക പേരും അത് ആസ്വദിക്കുന്നത് വളരെ കുറവാണ്. ശരിക്കും രാവിലെ പൊട്ടി വിടരുന്ന പറഞ്ഞാൽ ആദ്യം ഒരു പ്രകാശം പതുക്കെ പതുക്കെ ഒരു പ്രകാശം വരും. നിങ്ങൾ ഏതെങ്കിലും മലയുടെ മുകളിൽ രാവിലെയൊക്കെ മലയുടെ മേലെ പോകാൻ ബുദ്ധിമുട്ടാണ്. വലിയ വീടാണെങ്കിൽ ടെറസിൻ്റെ മേലെ കയറി നോക്കാം, ഒരു പ്രകാശം വരും. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ആ പ്രകാശം പോവും, പിന്നെ മൊത്തം ഇരുട്ടായിരിക്കും. പിന്നെ പതുക്കെ പ്രഭാതം പൊട്ടി വിടരുക എന്നുള്ളത് രണ്ടാമത്തെ ഘട്ടത്തിലാണ് വരിക. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭൂമി സർക്കിളാണ്. സൂര്യൻ ഇങ്ങനെ വരുമ്പം കുറച്ച് ഫിസിക്സ് ഒക്കെയാണ് അതിൽ വരുന്നത്. എന്ത് തന്നെ ആയിരുന്നാലും ഇത്തരത്തിലുള്ള ഒരു പ്രഭാതം നിങ്ങൾക്ക് ആസ്വദിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? നിങ്ങളുടെ മൈൻഡ് അതിന് ക്ലിയർ ആയിരിക്കണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് നമ്മളെ മനസ്സിന് കുളിർമ നൽകുന്ന, എനർജി നൽകുന്ന, പോസിറ്റിവിറ്റി നൽകുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ പ്രകൃതിയിലുണ്ട്. അത് നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയുള്ളതാണ്. ഇത് പലപ്പോഴും അധിക പേരും ആസ്വദിക്കാറില്ല. നമ്മൾ പ്രകൃതി ആസ്വദിക്കാനാന്ന് പറഞ്ഞാണ്ട് വലിയ ട്രിപ്പുകളൊക്കെ പോവും. ഒരു നിമിഷം അതിൻ്റെ ഒന്നും ആവശ്യമില്ല പ്രകൃതി ആസ്വദിക്കാൻ. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഒരു നിമിഷം ഞാൻ ഈ പറഞ്ഞ ശ്വാസം എടുത്ത് നിങ്ങൾക്ക് ചുറ്റും കാണുന്ന പ്രകൃതിയെ ഒന്ന് നോക്കി കാണുക. നമുക്ക് ചുറ്റുമുള്ള വൃക്ഷങ്ങളായിരുന്നാലും എന്ത് തന്നെയായിരുന്നാലും നിങ്ങൾക്കത് നിങ്ങളുടെ മനസ്സിലേക്ക് പീസ് കൊണ്ടുവരും. ഈ നേച്ചർ പ്രകൃതി നമ്മുടെ മനസ്സിലേക്ക് പീസ് കൊണ്ടുവരും. അത് നിങ്ങളുടെ ഈഗോ പലപ്പോഴും ഈ പ്രശ്നങ്ങളൊക്കെ നമ്മളിപ്പോൾ ഈ ഒരുപാട് ബാരിയേഴ്സ് കെട്ടിപ്പൊക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ അതേപോലെ തന്നെ ദുരിതങ്ങൾ നിങ്ങൾ ഒരുപാട് സംഭവങ്ങൾ വരുമ്പോൾ സംഭവിക്കുന്നത് ഞാൻ എൻ്റേത് എന്നുള്ള വികാരം അനാവശ്യമായിട്ട് വരും. ശരിക്ക് കുറച്ച് നമുക്ക് ആവശ്യമുള്ളതാണ് കേട്ടോ ഞാൻ എൻ്റേത് എന്നൊക്കെ ഉള്ളത്. പക്ഷെ ഇത് അമിതമായി കഴിഞ്ഞാൽ നിങ്ങൾ ഓരോന്നും തുലാസിൽ വെച്ച് നോക്കാൻ തുടങ്ങും. എനിക്കിതിന്നും എന്ത് കിട്ടി, എനിക്കിതിന്ന് എന്ത് പോയി, എത്ര ലാഭം എന്നൊക്കെയുള്ളത്. ഇത് നിങ്ങൾ ഒരുപാട് നോക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മെൻ്റൽ പീസ്, ഞാൻ പറഞ്ഞ പ്രകൃതിയിൽ നമുക്ക് അനുഭവിച്ചറിയേണ്ട ഒരു പ്രണയം നമുക്ക് അനുഭവിക്കാൻ സാധിക്കില്ല. അത് നമ്മളെ കൈവിട്ടു പോകും. അതിനാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ മെഡിറ്റേഷൻ വർക്ക്സ് ചെയ്യുക. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ആത്മാർത്ഥമായിട്ട് ഫീൽ ചെയ്യാൻ നോക്കുക. നിങ്ങൾ വെറൈറ്റി സ്ഥലങ്ങൾ ഒരുപാട് കണ്ടത് കൊണ്ട് നിങ്ങൾക്ക് പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാൻ സാധിക്കില്ല, നമുക്ക് ആസ്വദിക്കാൻ സാധിക്കില്ല. അതിന് നിങ്ങളുടെ മൈൻഡ് ഓപ്പൺ അപ്പ് ആക്കുകയാണ്, നമ്മുടെ മൈൻഡ് ഓപ്പൺ അപ്പ് ആക്കുകയാണ് വേണ്ടത്. ഓക്കെ, ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്? ഓക്കെ, അപ്പം ഞാൻ പുതിയ വന്ന ആളുകളുണ്ട്, അവരോടായിട്ട് പറയുകയാണ്, നിങ്ങൾ രാവിലെ നിങ്ങൾക്ക് ഈ ഒരു മെഡിറ്റേഷൻ വർക്ക്സ് എനർജി തന്നുവെങ്കിൽ നിങ്ങളുടെ ആ എനർജി ദിവസം മൊത്തം നിങ്ങൾ കൊണ്ടുപോകണം. നിങ്ങൾക്ക് ഈ ഞാൻ എന്ന് പറഞ്ഞ പ്രണയമായിരുന്നാലും അതേപോലെ തന്നെ അവയർനെസ്, നമ്മുടെക്കുള്ള ആ ഒരു മനസ്സിൻ്റെ അകത്തുള്ള വലിയ ശേഷി, അതിനെക്കുറിച്ചുള്ള ചിന്ത നിങ്ങളുടെ ദിവസം മൊത്തം ഉണ്ടായിരിക്കണം. നിങ്ങളുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ അപ്പോഴും ഇതിനെക്കുറിച്ച് ചിന്തിക്കണം. എന്താണ് എൻ്റെ മുന്നിലുള്ള പ്രശ്നം, ഇത് എനിക്ക് കൂടുതൽ ഭംഗിയായിട്ട് എങ്ങനെ മാനേജ് ചെയ്യാൻ സാധിക്കും. അത് ഓരോ സംഭവത്തിലും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ ശ്രദ്ധിക്കുമ്പം എന്താ സംഭവിക്കാറിയോ, നിങ്ങൾ ഓരോ ഘട്ടങ്ങളിലും ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പം ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ശരിക്കില്ല നമ്മുടെ മനസ്സിന് തന്നെ വിശ്വാസമില്ല. തുടക്കത്തിൽ അവയർനെസ് ഒക്കെ കയറ്റി വിടുമ്പം ഒക്കെ ശരിയാണ്, പവർ എന്നൊക്കെ പറയുമെങ്കിലും കുറച്ച് കഴിയുമ്പം നമ്മുടെ മനസ്സ് ഇതിപ്പം ശരിയാവോ എന്നുള്ള ഒരു ഡൗട്ട്ഫുൾ, ഒരു സംശയം
നമ്മുടെ മനസ്സ് വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം നമ്മുടെ മനസ്സ് അങ്ങനെയാണ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ മനസ്സിന് നല്ലതോ ചീത്തയോ എന്നുള്ള വേർതിരിവില്ല. നമ്മുടെ മനസ്സിന് ഇപ്പോഴുള്ള അവസ്ഥ, പുതിയ അവസ്ഥ ശരിക്കും മനസ്സിലാക്കി വെക്കുക. നമ്മുടെ മനസ്സിന് നല്ലതോ ചീത്തയോ എന്നുള്ള വേർതിരിവല്ല ഉള്ളത്. നമ്മുടെ മനസ്സിന് ഇപ്പോഴുള്ള അവസ്ഥ, പുതിയ അവസ്ഥ. അത് നിങ്ങൾ പുതിയ അവസ്ഥയിലേക്ക് മാറുമ്പം നമ്മുടെ മനസ്സൊന്ന് റെസിസ്റ്റ് ചെയ്യും. നമ്മുടെ മനസ്സ് നിങ്ങളൊന്ന് തടസ്സം സൃഷ്ടിക്കും, വേണോ വേണ്ടേ എന്നുള്ളത്. അത് നിങ്ങൾ നിരന്തരം ചെയ്തിട്ട് ഇത് സാധിക്കുന്നുണ്ടല്ലോ, ഇത് സിമ്പിളാണല്ലോ, എന്നെ കൊണ്ട് സാധിക്കുന്നുണ്ടല്ലോ, ഞാൻ ഇത്രയും കാലം ഡിപ്രഷൻ അത് മാറുന്നുണ്ടല്ലോ എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും നിങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കുക. മാറും. ഒരുപാട് മിറാക്കിൾസ്, അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിരുന്നു, ഇത് അത്ഭുതമല്ല, നമുക്ക് ഉള്ളിലുള്ള ശേഷിയാണ്. പക്ഷെ ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക്, മനസ്സിലാക്കാത്തവർക്ക് ഇതൊരു അത്ഭുതമായിരിക്കും. കാരണം അധികം ആൾക്കാരും ബ്ലഡ് പ്രഷർ, എനിക്ക് അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദം വരുന്നു. 5-6 ടൈപ്പ് ഗുളികകൾ നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഇതാണ് ഇതിൻ്റെ അവസാന വാക്ക്, എനിക്കിതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല എന്ന് പറയുന്നത് കേട്ട്, അതേപോലെ തന്നെ മെഡിക്കൽ വേൾഡിൽ നിന്ന് നിങ്ങളുടെ ബ്ലഡ് പ്രഷർ മാറില്ല എന്ന് പറയുന്നത് കേട്ട് അതാണ് അവസാന സത്യം എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്ക് നിങ്ങളുടെ മനസ്സ് നിയന്ത്രിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, EFT ഒക്കെ കഴിഞ്ഞിറങ്ങുമ്പം അവർ പറയുന്നു, ഇതായിരുന്നില്ല സത്യം, ഞാനിപ്പോഴാണത് മനസ്സിലാക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളുടെ ഡിസിപ്ലിൻഡ് ആയിരിക്കണം പരമാവധി. ഈ അഫർമേഷൻസ്, അവയർനെസ്, അതേപോലെ തന്നെ സംഭവങ്ങൾ നിങ്ങൾ ദിവസം മൊത്തം കൊടുത്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, സെൽഫ് ലവ്, നമ്മുടെ ആത്മാർത്ഥമായിട്ടുള്ള പ്രണയത്തിൻ്റെ ഭംഗി നിങ്ങൾ ദിവസം കൊടുത്തുകൊണ്ടേയിരിക്കണം. പിന്നെ ഫോർഗിവ്നെസ്, അതൊക്കെ വലിയ ടോപ്പിക്സ് ആണ്. ഞാൻ 2-3 ദിവസം സ്പ്ലിറ്റ് ചെയ്തിട്ട് അത് പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് നമ്മളോട് തെറ്റ് ചെയ്തവരോട് നമ്മൾ നിരുപാധികമായിട്ട് ക്ഷമിച്ചു കൊടുക്കണം. അതിന് ഉപാധികളില്ല കേട്ടോ. ശരിക്കും പുറത്തു കൊടുക്കുക, ക്ഷമിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആരുടെ ഗുണമാണ്? അതൊരു ദൈവികമായിട്ടുള്ള ഗുണമാണ്. അത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ നിങ്ങളുടെ ലൈഫിൽ വലിയ രീതിയിൽ അബണ്ടൻസ് വരും. നിങ്ങളുടെ മനസ്സിൽ വലിയൊരു പാറക്കല്ല് എടുത്തൊഴിവാക്കിയ ഫീലിംഗ് നിങ്ങളുടെ മനസ്സിലേക്ക് വരും. ഓക്കെ, ചിലർക്ക് ചില ഭയങ്കര വലിയ ഇൻസിഡൻസ് ഒക്കെ ചിലപ്പോൾ EFTയിലൂടെ മാത്രമാണ് പലർക്കും പ്രാക്ടീസ് ചെയ്ത് മാറ്റാൻ സാധിക്കുക. നിങ്ങൾക്ക് സാധിക്കുന്ന ചെറിയ നിങ്ങളുടെ മനസ്സിലെ ട്രോമകളെല്ലാം നിങ്ങളെ നീ പറഞ്ഞ പോലെ അഫോർമേഷൻസ് കൊടുത്തുകൊണ്ട് തന്നെ ഞാനിത് ഫോർഗിവ് ചെയ്യുന്നു. അതായത് നിങ്ങളുടെ മനസ്സിലൊരു പ്രശ്നം വെച്ചിട്ട്, നിങ്ങളുടെ മനസ്സിൽ ആ ഒരു വിങ്ങൽ വെച്ചിട്ടായിരിക്കരുത് നിങ്ങൾ പുറത്തു കൊടുക്കേണ്ടത്. നിരുപാധികം, ഒരു ഉപാധിയുമില്ലാതെ പൂർണ്ണമായിട്ട് ക്ഷമിച്ചു കൊടുക്കണം. അത് അവർക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ. പൊറുക്കു കൊടുക്കും തോറും തോൽപ്പിക്കാൻ നോക്കുമ്പോൾ എന്താ ചെയ്യാം? അങ്ങനെ സംഭവിക്കില്ല. നിങ്ങൾ പൂർണ്ണമായിട്ടും പുറത്ത്, നിങ്ങൾക്ക് വീണ്ടും ആ പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും പുറത്ത് കൊടുത്തില്ല. നിങ്ങളുടെ പുറത്ത് കൊടുക്കൽ പൂർണ്ണമായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നിങ്ങളിപ്പോഴും ക്ഷമിച്ചു കൊണ്ടിരിക്കുകയാണ്. പുറത്തു കൊടുത്താലില്ല, പിന്നെ ആ പ്രശ്നത്തെക്കുറിച്ചുള്ള വിഷമം നിങ്ങളുടെ മനസ്സിലുണ്ടാവില്ല. ആ പ്രശ്നം നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോയി. പക്ഷേ അധികം ആൾക്കാരും ചെയ്യാന്ന് വെച്ചാൽ സഹിക്കാണ്. നമ്മുടെ മനസ്സിൽ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, പ്രശ്നമുണ്ടാവും, നമ്മുടെ ഈഗോ ഉണ്ടാവും. ചിലർക്ക് പറയും ഞാനായതുകൊണ്ട് ക്ഷമിച്ച്, വേറെ ആരെയാണെങ്കിൽ എനിക്ക് കാണായിരുന്നു. അങ്ങനെയല്ല, നിരുപാധികം, അതിൽ വേറെ ഒരു കണ്ടീഷനും ഇല്ല. പൂർണ്ണമായിട്ടും ക്ഷമിച്ചു കൊടുത്തു. ചിലപ്പോൾ ഒറ്റയടിക്ക് കഴിയില്ല. ഒറ്റയടിക്ക് നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ കഴിയില്ല കേട്ടോ.
നമുക്ക് എത്രത്തോളം ആഴത്തിലാണ് ആ മുറിവ് അനുസരിച്ചായിരിക്കും നമുക്ക് പുറത്തെടുക്കാൻ കഴിയുക. അല്ലേ? അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകളിൽ നിങ്ങൾ നിരന്തരമായിട്ട് പൊറുക്കലിനെ കുറിച്ചുള്ള സംഭവങ്ങൾ പറയുന്നത്. ഓക്കെ, താങ്ക് യു സെലീന, താങ്ക് യു. ഇത് നിരന്തരം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് ഒറ്റയടിക്ക് നിങ്ങൾ പുറത്തു കൊടുത്തു, ആ പ്രശ്നങ്ങൾ അവർ വീണ്ടും ചെയ്യുന്നു, എന്നെ വീണ്ടും ഉപദ്രവിക്കുന്നു, അങ്ങനെ സംഭവിക്കില്ല. അതാണ് നിങ്ങൾ അവയർനെസ്, അവബോധമായിട്ട് നിങ്ങളുടെ അകത്തേക്ക് എത്തേണ്ടത്. എൻ്റെ പുറത്തു കൊടുക്കൽ, ഫോർഗിവ്നെസ് ശരിയായിട്ടില്ല. ഫോർഗിവ്നെസ് കറക്റ്റ് ആയാൽ ഓട്ടോമാറ്റിക്കലി ഞാൻ പറഞ്ഞ പ്രണയമൊക്കെ നിങ്ങളുടെ അകത്തേക്ക് വരും. അത് നിങ്ങൾ പുറത്തേക്ക് ഒഴുക്കാൻ തുടങ്ങിയാൽ ബാക്കിയുള്ളവരെ നിങ്ങളെ പ്രണയിച്ച് തുടങ്ങും. അത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കും. നിങ്ങൾക്ക് ഈ പ്രശ്നം വീണ്ടും അവർ ഉപദ്രവിക്കുന്നു എന്നുള്ളതെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ പൈസയുടെ കാര്യത്തിൽ പൈസ വിട്ടു കൊടുക്കുന്നുണ്ടാവും. അതിന് നമ്മൾ പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ മനസ്സിൽ ആരാണോ നിങ്ങളോട് ബുദ്ധിമുട്ടിച്ചത് അവരെ നിങ്ങളുടെ മനസ്സിൽ നിന്നും നിങ്ങൾ ഫോർഗിവ് ചെയ്യുക. അത്രമാത്രം ചെയ്താൽ മതി, നിങ്ങളുടെ ലൈഫിൽ മിറാക്കിൾസ് വരും. ഓക്കെ, താങ്ക് യു ഫോർ ഓൾ. എന്തെങ്കിലും പറയാനുണ്ടോ ഇനി? നിങ്ങളുടെ അസുഖങ്ങളോ മാനസിക ബുദ്ധിമുട്ടുകളോ എന്താണ് ഏതാണ് എന്നുള്ളത് ചോദിക്കില്ല. അതിൻ്റെ ആവശ്യമില്ല നമുക്ക്. കാരണം പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ മതി നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻസ്. ചിലർക്ക് ദേഷ്യമായിരിക്കാം, അമിതമായിട്ട് ദേഷ്യം വരുന്നു. നമ്മുടെ തലക്കകത്ത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനത്തെ ദേഷ്യം, സങ്കടം, ഡിപ്രഷൻ, അങ്ങനത്തെ ഒരുപാട് വികാരങ്ങളൊന്നും നമ്മുടെ തലക്കറിയില്ല. പോസിറ്റീവ് വൈബ്രേഷൻസും നെഗറ്റീവ് വൈബ്രേഷൻസേ നമ്മുടെ ബ്രെയിനിന് അറിയുള്ളൂ. പോസിറ്റീവ് ആയിരിക്കുമ്പം നമ്മുടെ ബ്രെയിനിലെ പ്രവർത്തനങ്ങളെല്ലാം താളാത്മകമായിട്ട് പരസ്പര ബന്ധിതമായിട്ട് പ്രവർത്തിക്കുന്നു. ഇനി അതല്ല, നെഗറ്റീവായിട്ടാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ അത് ഓരോരുത്തരുടെ രീതിക്ക് പ്രവർത്തിക്കുന്നു. ആർക്കും കോർഡിനേഷൻ കിട്ടാത്ത അവസ്ഥ വരും. അത് നമ്മുടെ ബ്രെയിനായിരുന്നാലും നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും. നമ്മുടെ ശരീരം ഒരൊറ്റ സിസ്റ്റമായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളെന്നും അവിടെ പോസിറ്റീവ് വൈബ്രേഷൻസ്, പോസിറ്റീവ് ഇമോഷൻസ്, നല്ല ചിന്തകൾ നിങ്ങളുടെ മനസ്സിനകത്തേക്ക് കൊടുത്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, മൊബൈൽ അഡിക്ഷൻ എങ്ങനെ പരിഹരിക്കാം? ഓക്കെ, ബ്രത്തിങ് എക്സസൈസ് ചെയ്യുമ്പോൾ എനിക്ക് പെട്ടെന്ന് അരിശം വരുക, അങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ. ഓക്കെ, ബ്രത്തിങ് എക്സസൈസ് വരുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇത്രയും കാലം നിങ്ങളുടെ മനസ്സ് പറയുന്നത് ശ്രദ്ധിച്ചിട്ടില്ല. നിങ്ങളുടെ മനസ്സിനകത്ത് ഒരുപാട്, നമ്മൾ പറയും മറ്റേ ഈ മെഡിറ്റേഷൻ സർക്കിളിൽ, സൂഫി സർക്കിളിലൊക്കെ പറയാം, നിങ്ങളുടെ മനസ്സിൻ്റെ ശബ്ദം, നമ്മുടെ ഹൃദയത്തിൻ്റെ മന്ത്രങ്ങൾ, ഒരുപാട് ഹൃദയം നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറയും. അത് നിങ്ങൾ ഇത്രയും കാലം ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. നിങ്ങളത് അടിച്ചമർത്തുകയായിരുന്നു. അതേപോലെ തന്നെ പുറത്ത് നടക്കുന്ന സംഭവങ്ങളായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നത്. നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങണം. നെർവസ് സിസ്റ്റത്തിന് ഞാൻ പറഞ്ഞല്ലേ, എന്ത് സംഭവം നിങ്ങൾ അങ്ങോട്ട് കൊടുത്താലും ആദ്യം നിങ്ങളുടെ മനസ്സ് റെസിസ്റ്റ് ചെയ്യും. എന്തിനാടോ പുതിയ സംഭവം, നമുക്കിങ്ങനെ പോവാം, ഇപ്പം ഉള്ള സംഭവം മതി. കാരണം പുതിയ സംഭവം സംഭവിച്ചാൽ അത് നമ്മുടെ പോസിറ്റീവായിരിക്കോ നെഗറ്റീവായിരിക്കോ നമുക്കറിയില്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തുടർന്ന് പോവാം എന്നുള്ളതാണ് നമ്മുടെ മൈൻഡ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. അതിൽ നിന്ന് മുക്തമായിട്ട് നിങ്ങളുടെ മൈൻഡ് എന്ത് പറയുന്നോ അത് നിങ്ങൾ ശ്രവിച്ചു കൊണ്ടിരിക്കണം. ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും അതിൻ്റെ ഉള്ളിൽ, അത് നിങ്ങൾക്ക് എടുത്ത് കളയാൻ സാധിക്കും. ഓക്കെ, പിന്നെ മൊബൈൽ അഡിക്ഷൻ എന്നല്ല, ഏത് പ്രശ്നമായിരുന്നാലും മൊബൈൽ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൽ രണ്ട് സംഭവങ്ങളാണ്. ഒന്ന്, ഈ നമ്മുടെ സോഷ്യൽ മീഡിയ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്, എൻജിനീയർമാർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ അഡിക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്.
കാരണം നമ്മൾ എത്ര സമയം കൂടുതൽ മൊബൈൽ കാണുന്നു അതിനനുസരിച്ച് അവർക്ക് വ്യൂ ടൈം കിട്ടുകയും അതിനനുസരിച്ച് അവർക്ക് പരസ്യക്കാരിൽ നിന്നും കൂടുതൽ പൈസ കിട്ടുകയും ചെയ്യും. അപ്പോൾ മാക്സിമം ആളുകളെ മാക്സിമം ടൈം അഡിക്ഷൻ ഉണ്ടാക്കണം എന്നുള്ളത് തന്നെയാണ് അവരുടെ പ്രഖ്യാപിതമായിട്ടുള്ള ഗോള്. പിന്നെ നമ്മുടെ കാര്യം എടുത്ത് നോക്കിയാൽ നിങ്ങൾ അധിക ആൾക്കാരും നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് എസ്കേപ്പ് മെക്കാനിസം ആയിട്ടാണ്. നമ്മുടെ മനസ്സ് ഒറ്റയ്ക്ക് ഇരിക്കാൻ നിങ്ങളിൽ എത്ര പേർക്ക് സാധിക്കും? ഒരു 10 വേണ്ട ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ ഒന്നും ചെയ്യാതെ ഒറ്റയ്ക്ക് ഇരിക്കാൻ നമ്മളിൽ എത്ര പേർക്ക് സാധിക്കും? അധികം പേർക്കും സാധിക്കില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റിൽ നമുക്ക് സാധിക്കില്ല. ഇപ്പോൾ നമ്മുടെ ഇവിടെ ഈ കമൻറ്റ് വന്നതുപോലെ നിങ്ങൾ ബ്രത്ത് വർക്ക് ചെയ്യുമ്പോഴടക്കം നിങ്ങൾക്ക് ടെൻഷൻ, പേടി, മനസ്സ് പറയുന്നത് കേൾക്കുന്നില്ല എന്നുള്ള തോന്നലുകളൊക്കെ വരാം. അപ്പോൾ നിങ്ങളുടെ ജോബ് ഉണ്ടാവും, നിങ്ങളുടെ പേഷ്യൻസ് ഉണ്ടാവും. പലപ്പോഴും അത് എന്ത് തന്നെ ആയിരിക്കാട്ടോ. അപ്പം പലരും പറയും ഞാൻ അടുക്കളയിൽ കഷ്ടപ്പെടുന്നു എന്നുള്ളത്. ശരിക്കും ആ അടുക്കളയിലെ ജോലിക്കായിരുന്നാലും അതിൻ്റെ ഒരു ബ്യൂട്ടി ഉണ്ട്. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ട് അത് മനസ്സിലേക്ക് എടുക്കാൻ തയ്യാറുണ്ടോ? നിങ്ങൾ ഏത് ജോലിയായിരുന്നാലും അത് നിങ്ങൾ കമ്മിറ്റഡ് ആയിട്ട് ചെയ്തു തുടങ്ങുക. നമ്മൾ മൈൻഡ്ഫുൾ വർക്ക് എന്ന് പറയും. എന്തായിരുന്നാലും അത് എന്ത് ജോലിയായിരുന്നാലും അത് മൈൻഡ്ഫുള്ളായിട്ട് ആത്മാർത്ഥമായിട്ട് സംതൃപ്തിയോടെ ചെയ്യാൻ തുടങ്ങുക. നിങ്ങളുടെ ജോലി എന്തായിരുന്നു, അത് ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡ്ഫുൾ ഈറ്റിംഗ് ആയിരുന്നാലും അതേപോലെ തന്നെ നിങ്ങളുടെ ശീലങ്ങളായിരുന്നാലും എന്ത് തന്നെയായിരുന്നു, ഈവൻ സെക്സ് ആയിരുന്നാലും എന്തായിരുന്നാലും നിങ്ങൾ മൈൻഡ്ഫുള്ളായിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. ആ നിമിഷത്തിൽ ജീവിക്കുക എന്ന് പറയും. നമ്മൾ ഒരുപാട് പാസ്റ്റ് ചിന്തകൾ, ഭാവിയിൽ എന്തൊക്കെ നടക്കും എന്നൊക്കെയുള്ള ഒരുപാട് ചിന്തകൾക്ക് പകരം ആ നിമിഷത്തിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങും. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് മെഡിറ്റേഷൻ, EFT ഒക്കെയുള്ള. EFT ഒന്നും കൂടി ക്യുക്കാണെന്നുള്ള ഡിഫറൻസ് ആണല്ലോ. ഏതായിരുന്നാലും നിങ്ങളുടെ മനസ്സിൻ്റെ അകത്തേക്ക് നിങ്ങൾ ഈ മന്ത്രങ്ങൾ കേൾക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ മനസ്സ് കാമാവും. നിങ്ങൾ വീണ്ടും ബ്രത്ത് വർക്കുകൾ ചെയ്യുക. ഓക്കെ, ഇനി എന്തെങ്കിലും ചോദിക്കാണ്ടോ? ക്ലിയർ അല്ല ഞാൻ പറഞ്ഞ? എനി മോർ ഡൗട്ട്സ്? പാനിക് അറ്റാക്ക് വരുന്നു, ഫ്രീക്വൻ്റ്ലി ബ്രത്ത് ഇല്ലാത്ത അവസ്ഥ. ഓക്കെ, അത് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. പാനിക് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അതേപോലെ തന്നെ കോർട്ടിസോള്, അഡ്രിനാലിൻ ഹോർമോൺസ് ഒക്കെ പെട്ടെന്ന് ഉൽപ്പാദിപ്പിക്കുകയാണ്. ഓക്കെ, അത് EFT പോലുള്ള തെറാപ്പീസിലൂടെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ അത് സാധിക്കും. ഫസ്റ്റിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ഈ പറഞ്ഞ അവയർനെസ് നിങ്ങളുടെ അകത്തേക്ക് കൊടുക്കുക. ഓക്കെ, മോർണിംഗ് വർക്ക് എന്നും മോർണിംഗ് നമ്മുടെ സെഷൻസ് എന്നും അറ്റൻഡ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഒന്നിച്ച് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ അകത്തേക്ക് കൊടുത്തിട്ട് കാര്യമില്ല. നമ്മുടെ മനസ്സൊക്കെ അറ്റൻഷൻ, കോൺസെൻട്രേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് സമയമൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അതിൻ്റെ അപ്പുറം നമ്മുടെ മനസ്സിന് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള പവറൊന്നുമില്ല. അതൊക്കെ നമ്മൾ റെഡിയാക്കി കൊണ്ടുവരേണ്ട ഒരു സംഭവമാണ്. ഓക്കെ, നമുക്കെന്ന് വൈൻഡപ്പ് ചെയ്യാം. ആക്റ്റീവ് ആകാൻ പറ്റുന്നില്ല. ഓക്കെ, അത് എന്തുകൊണ്ടാണ്? ഓരോരുത്തർക്ക് ചിലപ്പം നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫ് ട്രോമകൾ കൊണ്ടാണോ, എന്തുകൊണ്ടാണ്? നിങ്ങളുടെ മനസ്സ്, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മനസ്സ് എന്ത് തന്നെ ആയിരുന്നാലും അതിലേക്ക് അങ്ങനെ നിൽക്കാൻ, മാറ്റം വരാനുള്ള ഒരു ചാൻസ് മനസ്സിന് ഇഷ്ടമില്ല. എന്താണോ തുടർന്ന് പോകാനാണ് മനസ്സിന് ഇഷ്ടം. നിങ്ങൾ ഇനാക്റ്റീവായിട്ട് അങ്ങനെ ഇരിക്കാനാണെങ്കിൽ
നിങ്ങൾ ഇനാക്റ്റീവായിട്ട് ഒതുങ്ങിക്കൂടി ഇരിക്കും. മനസ്സിനത് മതി, മനസ്സിനൊരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ആക്റ്റീവ് ആകണമെങ്കിൽ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങണം. അതായത് ഫസ്റ്റ് നിങ്ങൾ ചെയ്യുന്നതെല്ലാം ആത്മാർത്ഥമായിട്ടുള്ള കാര്യങ്ങളുകൊണ്ട് ആയിരിക്കണമെന്നില്ല. നിങ്ങൾ ചെയ്തു തുടങ്ങുക. അങ്ങനെ നമ്മുടെ മനസ്സിന് കോൺഫിഡൻസ് കിട്ടിക്കൊണ്ടുവരും. ഓക്കെ. പിന്നെ നിങ്ങളുടെ ട്രോമകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എഫക്റ്റീവായിട്ട് തെറാപ്പിയിലൂടെ ഹീൽ ചെയ്യുക. ബാക്കിയുള്ള മെഡിറ്റേഷൻ വർക്ക്സ് നിങ്ങൾ ഡെയിലി ചെയ്യുക. നിങ്ങളുടെ മനസ്സിൽ മാറ്റം വരും. ആ ഒരു എനർജി നിങ്ങളിലേക്കും വരും. അത് ഓരോരുത്തർക്കും ഓരോ സമയം എടുത്തായിരിക്കും കിട്ടുക എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. എല്ലാവരിലേക്കും ഈ എനർജി വരും. ഓക്കെ, താങ്ക് യു ഓൾ. ഓക്കെ, നമുക്ക് നിർത്താം. കമൻറ്റ്. PTSD, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ട്രോമ, അതൊക്കെ നമുക്ക് ഒറ്റയടിക്കോ 1 or 2 സെഷനിലോ ചിലപ്പം പറഞ്ഞു തീർക്കാൻ പറ്റാത്ത വലിയ സംഭവങ്ങളാണ്. ഓരോരുത്തർക്ക് അത് ഓരോ തലത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ജനറലായി പറയുമ്പോൾ നിങ്ങൾ അതിൻ്റെ തെറാപ്പി പലപ്പോഴും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കില്ല. അതിൻ്റെ നമ്മൾ പറഞ്ഞു തരുമ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ അത് നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ മനസ്സിലുണ്ടാവും. ചിലർ പറയട്ടോ എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ സിറ്റിംഗ് എടുക്കുമ്പോഴാണ് ചിലർക്ക് മനസ്സിലാവുക ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, എൻ്റെ ഒക്കെ കൂളാണ്, കാമാണ്, ക്വയറ്റാണ്, മൈൻഡൊക്കെ കാമാണ്. അപ്പം അതൊക്കെ അവരിങ്ങനെ സംസാരിച്ച് വരുമ്പോഴാണ് നമ്മളെ വരിയായിട്ട് ഓരോന്ന് ആടുകളൊക്കെ ഇങ്ങനെ ഒരു കൂട്ടം ആടുകളൊക്കെ വരുന്നത് പോലെ ഒരാൾ വന്നതിന് ശേഷം ഓരോന്നായിട്ട് ഇങ്ങനെ വരുന്ന അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ അകത്തുണ്ട്. ശരിക്കും ഈ തെറാപ്പിയിലൂടെ അല്ലാതെ നിങ്ങളത് ഒന്നിച്ച് പൊട്ടിക്കാൻ ശ്രമിക്കരുത്. അതിന് അതിൻ്റേതായ മെത്തേഡ്സ് ഉണ്ട് പൊട്ടിക്കാനുള്ളത്. നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങൾ മെഡിറ്റേഷൻ നിരന്തരം ചെയ്യുക. നിങ്ങളുടെ മനസ്സിന് ആ പവർ ഓട്ടോമാറ്റിക്കലി വരും. ഓക്കെ. അതല്ലെങ്കിൽ തെറാപ്പിയിലൂടെ അല്ലാതെ നിങ്ങൾ ഒറ്റയടിക്ക് ഈ പാസ്റ്റ് ലൈഫ് ട്രോമകൾ ഒന്നിച്ച് പൊട്ടിക്കരുത്. അതാണ് എനിക്ക് തരാനുള്ള ഒരു സജഷൻ. ഓക്കെ, താങ്ക് യു ഓൾ. നമുക്കിന്ന് നിർത്താം. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. അറിയാനുണ്ട് ഹൗ ക്യാൻ ഇവരെ EFT മെൻറ്റർ ഉണ്ട്, അൻസരനൊന്ന് ബന്ധപ്പെട്ടാൽ മതി. നമ്മുടെ ഗ്രൂപ്പിലൊക്കെ നമ്പർ ഉണ്ടായിരിക്കും. ഓക്കെ, താങ്ക് യു ഓൾ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ അഫർമേഷൻസ് നിങ്ങളുടെ മനസ്സിലേക്ക് നിരന്തരം ഒഴുകണം, അത് പ്രവഹിക്കണം. ഓക്കെ. ഈ പ്രശ്നങ്ങൾ മാറ്റാനുള്ള സൊല്യൂഷൻ എൻ്റെ ഉള്ളിലാണുള്ളത്. അത് തിരിച്ചറിയാത്തിടത്തോളം കാലം ആളുകൾ റാബിയ പറഞ്ഞതുപോലെ ആളുകൾ ഓടി നടക്കും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. അത് ഉള്ളിലേക്ക് തുടങ്ങുമ്പോൾ നിങ്ങളുടെ തുടക്കത്തിൽ പ്രശ്നങ്ങൾ വരാം. നേരത്തെ കമൻറ്റ് വന്നതുപോലെ നിങ്ങൾക്ക് ബ്രത്ത് വർക്ക് ചെയ്യുമ്പം മെഡിറ്റേഷൻ ചെയ്യുമ്പം അരിശം വരും. കാരണം നിങ്ങളുടെ മൈൻഡിന് ഇതുവരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ഇനിയാണ് നിങ്ങളുടെ ലൈഫ് തുടങ്ങുന്നത്. ഓക്കെ, താങ്ക് യു ഓൾ.